പ്ലാനേഴ്സിലും ജേർണൽസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് വളരെ ഈസിലിയും ചീപ്പായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏത് ടൈപ്പ് സ്റ്റിക്കേഴ്സ് ആണോ വേണ്ടത് അത് സെർച്ച് ചെയ്ത് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ആ 3 ഡോട്ട്സ് അമർത്തിയിട്ട് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള അത്രയും ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം ക്യാൻവ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ക്യാൻവ ആപ്പിൽ നമുക്ക് ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ആ താഴെയുള്ള പ്ലസ് ബട്ടൺ അമർത്തുക, അല്ലെങ്കിൽ മേലെ സെർച്ച് ബാറിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിവിടെ A3 ഡോക്യുമെൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. A3 ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ വരും. അതിൽ ഫസ്റ്റ് വരുന്ന ക്രിയേറ്റ് എ ബ്ലാങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ? ആ ബ്ലാങ്ക് ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സിൻ്റെ ഫോട്ടോസ് താഴെ അപ്ലോഡ് ബട്ടൺ ഞാൻ അമർത്തിയില്ലേ, അപ്ലോഡ് ബട്ടണിൽ ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും ആ അപ്ലോഡ് ബട്ടൺ അമർത്തുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റിക്കേഴ്സൊക്കെ അവിടെ കാണാം. അപ്പോൾ ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഇതേപോലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് അത് ക്രോപ്പ് ചെയ്ത് ആവശ്യത്തിനുള്ള സൈസിൽ സെറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇതാണ് മെയിനായിട്ടുള്ള ഒരു പരിപാടി പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തീരെ ചെറുതും ആവേണ്ട, എന്നാൽ സ്റ്റിക്കേഴ്സ് വളരെ വലുതുമാണ്. നമ്മൾ ബുക്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. ഒരു മീഡിയം സൈസ് സെറ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ വലുതാണെങ്കിൽ ക്ലാരിറ്റി കുറച്ച് കുറയും, ചെറുതാണെങ്കിൽ തീരെ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്റ്റിക്കേഴ്സ് പോലെ ആവും കേട്ടോ. അപ്പോൾ വലുതും അല്ല എന്നാൽ തീരെ ചെറുതും അല്ലാത്ത രീതിയിൽ മീഡിയം സൈസിൽ വേണം സ്റ്റിക്കേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട്. ഞാൻ വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിക്കേഴ്സ് അല്ലാതെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാതും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ഓപ്ഷനെയാണ് അമർത്തിയത്. ഏരോ മാർക്ക് താഴേക്കുള്ളതില്ലേ, അതാണ് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ. അത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആവുന്നതാണ് കാണുന്നത്. നമ്മുടെ ഗാലറിയിലേക്ക് വന്നിട്ട് അത് ഡൗൺലോഡായിട്ട് അവിടെ ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് നമ്മളുടെ പ്രിൻ്റ് ഷോപ്പിലേക്ക് പോകുക എന്നുള്ളതാണ്. പ്രിൻ്റ് ഷോപ്പിലേക്ക് പോയിട്ട് സ്റ്റിക്കർ പേപ്പറിൽ പ്രിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. 30 to 40 റുപ്പീസിൻ്റെ ഉള്ളിൽ ഒരു ഷീറ്റ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വളരെ ചീപ്പാണ്. കാരണം നമുക്ക് ഇത്രയും സ്റ്റിക്കേഴ്സൊക്കെ ഓൺലൈനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 120, മീഷോയിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ 120 ആണ് കണ്ടത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വീട്ടിൽ വരാം, കത്രിക എടുക്കുക, നമുക്ക് വേണ്ട സ്റ്റിക്കർ ഏതാണോ അത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എവിടെയാണ് ഒട്ടിക്കേണ്ടത് അവിടെ ഒട്ടിക്കാം. കുറച്ച് ഒരു പാടുണ്ട് സ്റ്റിക്കർ അതിൽ നിന്ന് പീൽ ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് പാടുണ്ട്, പക്ഷേ നമുക്ക് പറ്റും. എന്നിട്ട് നമ്മളുടെ ജേർണലിലോ നമ്മുടെ പ്ലാനറിലോ എവിടെയാണോ എന്താണോ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടത് ഒട്ടിക്കുക. അത്രയേ ഉള്ളൂ. ഈസി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. Living life